സഹോദരന്മാരെ, 2 ദിവസം മുമ്പ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സന്ദർശിച്ച് തിരിച്ചു വരുന്ന സമയത്ത് മാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുത്ത സമയത്ത് അതിലൊരു മാധ്യമം ചോദിച്ച് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്നാന്ന് ചോദിച്ച സമയത്ത് കാന്തപുരം പറഞ്ഞ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല, അവർ നല്ല റാഹത്തായിട്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇത് കേട്ടവാദി കേൾക്കാത്തവാദി ആര് എടുത്തുകളാൻ തുടങ്ങി. സുഡാപ്പിയക്കും ജമാഅത്തെ ഇസ്ലാമിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ പറഞ്ഞത്. സത്യത്തിൽ ഈ കാന്തപുരത്തിന്റെ വായിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് എടുത്തിട്ട് അലക്കുന്നൊരു ടീമാണ് മുസ്ലിം ലീഗുകാർ. പക്ഷെ അവർ ഈ വിഷയത്തിൽ കൂടുതലൊന്നും പ്രതികരിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ചില മുസ്ലിം ലീഗുകാർ അതിനെക്കുറിച്ച് ചെറിയ ചെറിയ കമന്റുകളും ചെറിയ ചെറിയ ഇത് ഇടുന്നതല്ലാതെ കൂടുതലൊന്നും ഇല്ല. എന്റെ നാട്ടിലെല്ലാം ചില മുസ്ലിം ലീഗുകാരുണ്ട്, അന്തംമുട്ട ലീഗുകാർ. അവർക്ക് ഉലകം തിരിയലില്ല, അവർക്ക് ലീഗ് എന്നാണ് അല്ലെങ്കിൽ വേറെ എന്നാണ് ലോകം എന്നാണെന്നുള്ള അവർക്ക് അറിയില്ല. അവർക്ക് വെറും പണക്കാട് കുടുംബം പച്ചക്കൊടി അങ്ങനത്തെ ടീമുണ്ട്. അവരെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ലീഗുകാർ പൊതുവെ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയത്തിൽ കൂടുതലൊന്നും പറയുന്നില്ല. ഏതായാലും അത് നല്ല കാര്യം തന്നെയാണ്. എന്നാൽ സുഡാപ്പിയക്കും ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും ഇത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഇദ്ദേഹം പറഞ്ഞത്. സത്യത്തിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയൊക്കെ, ഈ ഇന്ത്യ രാജ്യം എന്ന് പറഞ്ഞ ഈ മഹാരാജ്യത്ത് ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും ഈ സുഡാപ്പിയക്കും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഇല്ലേ? അത് മാത്രം പോരെ. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അരക്ഷിതരാണോ അരക്ഷിതരല്ലേ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് മാത്രം പോരെ. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചിട്ട് പറയുമ്പോൾ ഇന്ത്യ രാജ്യം ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടി നടക്കുന്ന ടീമല്ലേ അവർക്ക് ഇവിടെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അവരുടെ പുസ്തകങ്ങൾ, മൗദൂദി സാഹിബിന്റെ പുസ്തകങ്ങൾ ഇവിടെ നിന്ന് വിറ്റുപോകുന്നുണ്ട്. അവരുടെ ഷൂറകൾ ഇവിടെ നടക്കുന്നുണ്ട്. അവരുടെ പ്രസംഗങ്ങളും കവലകൾ തോറിയുള്ള പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട്. അവരുടെ മുസ്ലിങ്ങളെ പേപ്പിക്കാൻ വേണ്ടി പള്ളികൾ നിർമ്മിച്ചിട്ട് അതിന്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അവരുടെ ചാനൽ നടത്തുന്നുണ്ട്. അവർ ഇവിടെ പത്രം നടത്തുന്നുണ്ട്. ഇതിനെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഇന്ത്യ രാജ്യത്തില്ലല്ലോ. അതേപോലെ ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരെ മറ്റു രാജ്യങ്ങളുടെ അവസ്ഥ എന്നാ? അവർക്ക് എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിക്കാരെ കണ്ടു കഴിഞ്ഞാൽ വെടിവെച്ചു കൊല്ലല. ബംഗ്ലാദേശിലായിക്കോട്ടെ, പാകിസ്ഥാനിലായിക്കോട്ടെ, അഫ്ഗാനിസ്ഥാൻ ആയിക്കോട്ടെ, ഈ ജമാഅത്തെ ഇസ്ലാമിന്റെ അവസ്ഥ എന്ന ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി നേതാക്കന്മാരെ എത്രയാളെ തൂക്കിലേറ്റിയിട്ടുണ്ട് ഒന്ന് ആലോചിക്കേണ്ടതല്ലോ. അങ്ങനത്തെ ഇവരാണ് വന്നിട്ട് ഈ മീഡിയ വണ്ണിൽ അടുപ്പ് കൂട്ടിയിട്ട് 3 എണ്ണം കൂടി കുത്തിയിരുന്നിട്ട് ചർച്ച നടത്തുക. അവർക്ക് സീതാബുവിന്റെ നേതൃത്വത്തിൽ അവർക്കൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇവിടുത്തെ ജനങ്ങൾ, ഇവിടുത്തെ മുസ്ലിങ്ങൾ സന്തോഷത്തിലാണ് ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതിന് ഉദാഹരണം ഇവരെന്നെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പോരെ. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ സുഡാപ്പികൾ ഇങ്ങനെ എടുത്ത് ചാടുന്നുണ്ട് ഇത് പറഞ്ഞതിന്. കാരണം സുഡാപ്പികളെ സംബന്ധിച്ചിടത്തോളം അവരെ ജീവനും ജീവിതവായു എല്ലാം പറഞ്ഞാൽ ബി ജെ പി ഇല്ലെങ്കിൽ എന്തില്ല, അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനം ഇല്ല, അവർക്ക് വേറൊരു മുദ്രാവാക്യമില്ല. അവർ പറയും ഭയത്തിൽ നിന്ന് മോചനം, വിഷപ്പിൽ നിന്ന് മോചനം എന്നെല്ലാം പറയും. പക്ഷെ അവർക്കിപ്പോ ബി ജെ പി നല്ലതായി കഴിഞ്ഞാൽ, നല്ലതെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടി പറ്റൂല. ഒരൊറ്റ ഒരു ബി ജെ പി RSS ഉള്ളത് കൊണ്ടാണ് ഈ SDPI സുഡാപ്പികൾ ഇവിടെ പ്രവർത്തിക്കുന്നത് തന്നെ. അല്ലാണ്ട് വേറെ ഒരു കാര്യമില്ല. അവർക്ക് വേറെ ഒന്നും ഒരു വിഷയമല്ല. ഈ വെറും ബി ജെ പി ഏത് സമയത്ത് ബി ജെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എടുത്ത് ചാടിക്കളി. അതാണ് അവരുടെ സ്വഭാവം. ഈ ഫേസ്ബുക്കിൽ വീഡിയോ ഇടുന്ന യാസിർ ഇടപ്പാളിനെ പോലത്തെ ആൾക്കാർ ഇന്നലെ വന്നിട്ട് ഭയങ്കര കഥാപ്രസംഗം നടത്തി. അതേപോലെ തെക്കൻ മേഖലയിലുള്ള ചില ഉസ്താദുമാർ, ഈ സുഡാപ്പിയ അനുഭാവികളായ ഉസ്താദുമാരുണ്ട് ഈ തെക്കൻ കേരളത്തിൽ. അവരെല്ലാം വന്നിട്ട് ഇതിനെ പ്രതികരിക്കുന്നുണ്ട്. ഇതുവരെ കാണാത്ത ആൾക്കാരെല്ലാം ഇതിന് പ്രതികരണമായിട്ട് വന്നിട്ടുള്ളത്. എന്നാൽ ഇവരോട് പറയാനുള്ളത്, പൊന്നുപോലത്തെ സുഡാപ്പിക്കാരെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണ്ടേ, നിങ്ങൾക്ക് ഇവിടെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട്. പിന്നെ ഇന്ത്യയിൽ പല സ്ഥലത്തും പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത നാടോടികളിൽ നമ്മുടെ കേരളത്തിൽ പ്രശ്നങ്ങൾ നടക്കുന്നില്ലേ? ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം സുഡാപ്പികളെ നിങ്ങളെ എത്രയാൾ ആക്രമിച്ച്, നിങ്ങളെ എത്രയാള് വധിക്കാൻ ശ്രമിച്ച്, അതിന് കേസുകളും കാര്യങ്ങളിലില്ലേ? എന്തെല്ലാം നടന്നിട്ടുണ്ട് അക്രമങ്ങൾ? ഇതിനു മുമ്പ് നടന്നിട്ടില്ലേ? മാറാട് കലാപം നടന്നിട്ടില്ലേ? നാദാപുരം കലാപം നടന്നിട്ടില്ലേ? പുന്നാട് കലാപം നടന്നിട്ടില്ലേ? ഭീമാപ്പള്ളി കലാപം നടന്നിട്ടില്ലേ? കാസർഗോഡ് നടന്നിട്ടില്ലേ? ഇതെല്ലാം കേരളത്തിലുണ്ട്. എല്ലാ സംസ്ഥാനത്തും എല്ലാവരുടെയും അക്രമങ്ങളുണ്ട്. അത് സ്വാഭാവികമായിട്ട് നടക്കുന്നുണ്ട്. അതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നിച്ച് പ്രവർത്തിക്കുക. അല്ലാണ്ട് ഇവിടുത്തെ ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിങ്ങളെല്ലാം അരക്ഷിതാവസ്ഥയിൽ ജീവിക്കുന്നവരാണെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കണ്ടേ? നിങ്ങളിവിടെ പ്രവർത്തിക്കുന്നില്ലേ? നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ എന്തെങ്കിലും ഇവിടെ ബുദ്ധിമുട്ടുണ്ടോ? സത്യത്തിൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്? ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരാ കോൺഗ്രസിന്റെ ഗവൺമെന്റ് അന്ന് നിരോധിച്ചാണ്. ഇന്ന് അവർ നല്ല റാഹത്തായിട്ട് അവർ പ്രവർത്തിക്കുന്നില്ലേ? അവർക്ക് എന്താണ് ബുദ്ധിമുട്ടുള്ളത്? അതേപോലെ ഇന്ത്യ രാജ്യത്ത് എത്രമാത്രം മതസംഘടനകളുണ്ട്, മതപരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതേപോലെ മറ്റു രാജ്യങ്ങളിൽ നടത്താൻ വേണ്ടി പറ്റുന്നുണ്ടാ? അതും നിങ്ങളൊന്ന് ആലോചിക്കണ്ടേ? എന്നിട്ട് പോരെ ഇതിനെതിരെ നിങ്ങൾ കുറച്ചു ചാടാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ സുഡാപ്പികളെ നിങ്ങളോട് പറയാനുള്ളത്, ഏതായാലും നിങ്ങൾ വിശ്വസിക്കുന്ന 2047 ഇന്ത്യ നിങ്ങളെ കൈമലെത്തും, നിങ്ങൾ ഭരിക്കുന്നല്ലേ? അബൂബക്കർ സാഹിബ് പ്രസിഡന്റു, യാസിർ ഇടപ്പാൾ പിന്നെ ആഭ്യന്തരോ, അതേപോലെ സീതാബൂദല്ലോ മറ്റു വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത്? ആ സമയത്ത് നിങ്ങളടുത്ത് ഇവർ വരും. നിങ്ങൾക്ക് മനസ്സിലായാ? ഞാൻ പറഞ്ഞത് മനസ്സിലായ? സുഡാപ്പികളെ നിങ്ങൾ വിശ്വസിക്കുന്നത് 2047 ഇന്ത്യ നിങ്ങളെ കൈമലെത്തും, ഇന്ത്യയുടെ ഭരണം സുഡാപ്പിയുടെ കയ്യിലെത്തും എന്ന് വിശ്വസിച്ചിട്ടല്ലേ നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? ആ സമയത്ത് അബൂബക്കർ സാഹിബും ഖാദർ സാഹിബും മുഹമ്മദ് സാഹിബും യാസിർ പൂക്കോട്ടുംപാടോ അതേപോലെയുള്ള തെക്കൻ കേരളത്തിലെ ചില ഉസ്താദുമാരെല്ലാം ആയിരിക്കില്ല ഇന്ത്യ ഭരിക്കുക, ഭരണശിലാ കേന്ദ്രത്തിൽ ഉണ്ടാകുക. സി ദാബൂദിനെ പോലെയുള്ള ആൾക്കാർ അവരെടുത്തു. ഇവർ വരൂ കാര്യങ്ങൾ പറയാൻ. അന്നും ഇവർ പറയൂ ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഹൈന്ദവരും എല്ലാവരും സുരക്ഷിതരാണ് എന്ന് തന്നെ ഇവർ പറയൂ കേട്ടാ. അതിന്